കംപ്ലീറ്റ് ആയിട്ടാണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ജ്യൂസ് വാട്ടർമെലൻ. ഇന്നലെ കിടുന്നത് കുറച്ച് നേരം വൈകിട്ടാണ്. അപ്പം എണീറ്റതും കുറച്ച് നേരം വൈകി. ആള് പോവാണ് എടുത്തിട്ട്. സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോസേജ് അങ്ങനെ ഇങ്ങനെ 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 ഇത് മതി. നമ്മൾ കുറേ കണ്ടാൽ പിന്നെ നമ്മൾ പറയുന്നതൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അവിടെ എല്ലാതും ഉണ്ടാക്കി തരും. നീറ്റായിട്ടുള്ള കിച്ചൺ. ഡ്രിങ്ക്സ്, ചായ, കാപ്പുച്ചിനോ അതൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി തരും. ജ്യൂസുകളൊക്കെ വേറെ ഇവരുണ്ടാക്കി തരും. ഓൾറെഡി ഒരു കോഫി, ഇന്ത്യൻ ടീ, അതുപോലെ ഒരു ജ്യൂസൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഉണ്ടാക്കി തരും. ഹലോ, എന്താണ് മേഡം? ഒനിയൻ ആൻഡ് ടൊമാറ്റോ. കിളിയുടെ കൂട് പോലെ. ഞങ്ങളുടെ വണ്ടിയിൽ കയറി. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ആദ്യം പിക്ക് ചെയ്തു. ഇന്നലത്തെ പോലെ പാക്കേജ് അല്ല. അതൊക്കെ ഇഷ്ടം. ഇന്നലെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതിനെ ആദ്യം കയറ്റി. ഇതുപോലത്തെ വണ്ടി തന്നെയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളതിനെ കയറ്റിയിട്ട് പിന്നെ അതിനെ ഓരോ ഹോട്ടലിൽ നിന്ന് കുറച്ച് പേരെ പിക്ക് ചെയ്യും. അങ്ങനെയാണ് പട്ടായക്ക് പോയിട്ട് ഷിപ്പിംഗ് ഒക്കെ. ഒരു യൂണിറ്റ് നമ്മുടെ കൈമിലും കാലുമിലൊക്കെ ഓരോ പെണ്ണുകൊണ്ടൊക്കെ എഴുതി നമ്മുടെ നമ്പറുകൾ, ഹോട്ടൽ നമ്പർ അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ പോയത്. പക്ഷെ ഇന്ന് ഇൻഡിവിജ്വലാണ്. ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ നോക്കുന്നത്. നമ്മുടെ ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണ ചേട്ടനാട്ടാ. ഞങ്ങൾക്കൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെന്നു. 35. അയ്യോ, റൂത്തിന് 35 ഇല്ലേ? ഈ ചേട്ടൻ്റെ കൂടെയാണ് നമ്മളിനി പോണത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള പോക്കാണ്. എന്താ നമ്മൾ പോയിട്ട് വരാം. വല്ലാത്ത ടൈപ്പ് ഗേറ്റാണ്. വേഗം വരാം. 35 നമ്പർ പോകുന്നതാണ് ഇപ്പം എൻ്റെ പേടി. എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തരുമ്പോൾ പിന്നെ അതായി പോകുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടേക്ക് ഒരു ഇതുണ്ട് കേട്ടോ, സ്ലോപ്പ്. ശ്രദ്ധിച്ചു പോരാ. ചേട്ടൻ വേഗം വേഗം എന്ന് പറയണ്ടല്ലോ. ഹായ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെ. ചേട്ടൻ ഞങ്ങളതിനെ ഇവിടെ നമ്മുടെ വണ്ടിയിലേക്ക് പിന്നെ വേറെ ആരും വന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ മാത്രമായിരുന്നു. ചേട്ടൻ വേഗം വേഗം എന്ന് പറയണ്ടല്ലോ. അയ്യോ, ഇവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നു. ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ മൊത്തം ഇങ്ങനെ ഓരോരോ വീടുകൾ പോലത്തെയാന്ന് തോന്നുന്നു. അങ്ങനെ കാര്യമായിട്ട് വിളിച്ച് അടുത്തേക്ക് നിർത്തിക്കുന്നുണ്ട് ഈ ചേട്ടൻ. ഇങ്ങനത്തെ ഒരു ഷിപ്പിൽ കൊണ്ടുപോകാനാന്ന് തോന്നുന്നു. മൂന്ന് പേരെ നമ്മുടെ ആൾക്കാരേനെ. എന്തായാലും നീ അവിടെ എത്തിയിട്ട് കാണാം. വെറുതെ ഓരോന്ന് കാണിച്ചു കൊടുക്കാം.
നമ്മൾക്ക് 3 പേർക്കായിട്ട് കിട്ടുമോ പപ്പ? നല്ല വെയിലൊക്കെ അത്ര വെയിലില്ല. മുതല അതുകൊണ്ടാണ്. ഓ അത് പിന്നെ അങ്ങോട്ട് നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരേ ഇവിടേക്ക് പോയി എന്ന് പറയാറ്. നല്ല രസം കേട്ടാ. ഇതെനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടാ, ഇങ്ങനെ ഓരോ വീഡിയോസിൽ കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ്. മുതല അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കർണാടക ഒന്നും ഇഷ്ടമില്ല അവർക്ക്. ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ 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 കാണാം. ഇതല്ല ഋതു. ബാ ക്രൊക്കഡൈലിന്റെ മീറ്റ് കഴിക്കും. ക്രൊക്കഡൈലിന് ഇതന്നെയാണ് ഞങ്ങളുടെ മെയിൻ ഡ്രിങ്ക്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കുറെ. ഇപ്പൊ റൂത്തസിന് 2 ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര റേറ്റിലാണ് കൊടുക്കണേ. നമ്മുടെ അടുത്ത് നമ്മുടെ ഗൈഡ് പറയണ ഇവിടെ നിന്ന് മേടിക്കണ്ട, മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. ആ കണ്ണടച്ചു. ആ വരികയാണ്. കണ്ണടച്ചു. പറക്കട്ടെ. ഇവിടെ കൊറേ ഏഞ്ചൽസ് കിടക്കണ്ടല്ലോ. ഓക്കെ. ഇതൊക്കെ അവിടെ ഒരു പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ചേച്ചിമാരാണ് കേട്ടോ. നമ്മുടെ കൂടെ പിക്ക് എടുക്കുകയൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചിലവർ അവർക്ക് ടിപ്പൊക്കെ കൊടുക്കും. അപ്പം അതൊരു അവരുടെ വരുമാനമായിട്ട് കാണുന്ന കുറച്ച് വേഷവിധാനങ്ങളാണ് കേട്ടോ. അവിടുത്തെ ഹിസ്റ്ററിയുടെ വേഷങ്ങളാണ്. പൊളിക്കാനൊന്നുമില്ല, പൊളിക്കാണ്ട. മുറുക്ക പിടിക്ക്. തിരിക്കുന്നത് ടൈഗർ പാർക്കിലാണ്. നിന്റെ ടിക്കറ്റ് എടുക്കാനാ അവർ കാണണം. നമ്മൾ എത്തിരിക്കുന്ന ടൈഗർ പാർക്കിലാണ് കേട്ടോ. നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കഴിഞ്ഞു. Hide the tiger, you turn back side, front side cannot hold. Please stay with your group, follow stamp, don't walk alone. In the case, please take care your daughter, no running, no jumping. ജമ്പ് ചെയ്യാനും ഓടാനും. നമ്മൾ ഈ ടൈഗർ പാർക്കിലേക്ക് കയറുമ്പോൾ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരികയാണ് കേട്ടോ. ടൈഗറിനെ ബാക്കിൽ നിന്ന് തൊട്ടാൽ മതി, ഫ്രണ്ടിൽ നിന്ന് വലിയ ധൈര്യം കാണിച്ച് തൊടാൻ പോകണ്ട, അതിൻ്റെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറും. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും പേടിയായത് നമ്മളെ കൊണ്ട് ഒരു സൈനൊക്കെ ചെയ്യിപ്പിച്ചു. നിങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ലാന്ന് കൊണ്ട് അത് ഭയങ്കര പേടിയായിട്ടുണ്ട്. അതിന് പൈസ കൊടുത്തും പോയി, പിന്നെ പിന്മാറണമെന്ന് റെഡിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു രണ്ടും കൽപ്പിച്ച് കയറിയതാണ് കേട്ടോ. ഇത് പിന്നെ ഇക്കിളിയാക്കണ പോലെ തൊടരുത്, നല്ല സ്ട്രോങ് ആയിട്ട് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ നിന്റെ സ്വഭാവം പെട്ടെന്ന് മാറും. ഇഷ്ടായി. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് പിന്നെ അവിടുത്തെ ചേച്ചിമാർ പോയി. പിന്നെ നമ്മളും ഈ ടൈഗറും മാത്രം. ഇത് പെട്ടെന്ന് ഇറങ്ങണൊക്കെ കണ്ടാ ശരിക്കും നമുക്ക് പേടിയാവട്ടെ. ആരും ഇല്ലല്ലോ നമ്മുടെ കൂടെ. അയ്യോ, അത് ശരിക്കും ഒരു പേടിയായിരുന്നു കേട്ടോ.
ആർക്കും ഒഴിഞ്ഞു കൊടുക്കണേ. ടൈഗറിന് ഇഷ്ടായ? വീട്ടിൽ കൊണ്ടുപോണ? വീട്ടിൽ കൊണ്ടുപോണ? ഈ ഫോട്ടോ കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. അപ്പം ഞങ്ങൾക്ക് അത് പൈസ കൊടുത്ത് മേടിക്കണം എന്നുണ്ടായിരുന്നില്ല. അപ്പം വീഡിയോ എടുക്കുമ്പോൾ ചേച്ചി പൊത്തി പിടിച്ചതാണത്. ഇതാണ് നമ്മുടെ വണ്ടി. ടാക്സി. അയ്യോ കുട്ടപ്പയുടെ ഫ്രണ്ടിൽ നടക്ക്. ഇനി ഞങ്ങൾ പറഞ്ഞില്ലേ അക്വേറിയം കാണാൻ പോവും. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് തിരിച്ചാക്കും. ആക്കിയിട്ട് നമ്മള് റൂമിലേക്ക് ആക്കിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് മറ്റേ ഷോയ്ക്ക് പോവും. അലക്സ്കാറോ അൽക്കാസർ ഷോയ്ക്ക് പോവും. ബാ ചോക്ലേറ്റ്. അപ്പൊ ഓക്കേട്ടാ. അപ്പൊ ഇനി നേരെ അണ്ടർ വാട്ടർ. എന്റെ ചാർജൊക്കെ അണ്ടർ വാട്ടർ പട്ടായ. അണ്ടർ വാട്ടർ വേൾഡ് പട്ടായ. ഇവിടേക്ക് എത്തിയിട്ടാ ഞങ്ങള്. പിന്നെ ഇതിന്റെ ഉള്ളില് സാധാ നമ്മുടെ മറൈൻ വേൾഡ് ഒക്കെ പോലെ തന്നെയാണ്. ഞങ്ങള് പോയപ്പോക്കെ മുന്നേ കണ്ടിട്ടൊക്കെ ഉണ്ട്. വലിയ അതിശയമില്ല. റൂത്തിനും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആ മറ്റേ സ്ഥലത്തൊക്കെ നമ്മള് കണ്ടിട്ടുണ്ടല്ലോ. എന്താന്ന് വല്ല പ്രത്യേകതകൾ എന്തായാലും ഉണ്ടാവും. ഇവിടെ പാം മീനിന്റെ മുട്ടയാണെന്ന്. ഇതിലിടാൻ പാടില്ല. പാമ്പുണ്ട് കേട്ടാ. പാമ്പിനെ തൊടാൻ സമ്മതിക്കണില്ല. പാമ്പിന് മാത്രം തൊടാൻ സമ്മതിച്ചില്ല ഗായ്സ്. കുഴപ്പമൊന്നുമില്ല. നല്ല പാമ്പ്. ഇങ്ങനെയൊന്നും കുളിപ്പിക്കണ്ടാണോ? അയ്യോ അതിന് നീക്കണമൊക്കെ അവര്. ഇത് സ്നേഹിക്കിനെ തൊടണ? എന്താ സ്നേഹിക്കിനെ തൊടണ? സ്നേഹിക്കിനെ തൊടണ്ടാന്ന് എന്തായാലും ആ തൊടണ്ട. അമ്മ നോക്കിയപ്പോ മഞ്ഞ നല്ല നല്ല ഫിഷ് ഉണ്ട് കേട്ടോ. ഇല്ല ഒന്ന് തിരിച്ചു പോയിട്ട് എടുക്കാം. ഇങ്ങനത്തെ വീഡിയോ എടുക്കുക. ഒന്ന് എടുത്തിട്ട് വരാം. പപ്പ ഇങ്ങോട്ട് വെക്കോ? ഇതിന്റെയൊക്കെ നമ്മള് തീറ്റ കൊടുക്കണത് ഉണ്ട്. വായ തുറക്കണ നോക്ക്. ഇത് ഈ ഫിഷിന്റെ കാര്യമാണ് പറഞ്ഞത്. ഫിഷ് ആട്ടത് সবচেয়ে বড় তিনটা একসাথে। হ্যাঁ এগুলো শার্কের বাচ্চা না, একটা শার্ক আছে এই শার্কগুলো মানুষ পালে। যাদের শার্ক পালার অনেক ইচ্ছা হয় অ্যাকুরিয়ামে হ্যাঁ ব্যাপক শার্ক পালা চলে যাচ্ছে ওরা। আমি সময় থাকবে না তো চলে তো যাবে। শার্কওয়ালাদেরকে ফলো করতাম। এটা নড়েই না, এটা নাকি মোটা মোটা তো এগুলো তো ফাটে না, নড়তে চায় না অলস। অনেক লম্বা ভিডিও করছি। দেখো এখানে দেখো সবগুলো মাছগুলো। না তুই বসে গেছো বা কেন তুই ভয় পাও? ning 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 ning
അപ്പക്കെന്തോ പറ്റി. അതൊന്നും തുറക്കില്ല വായന. എവിടെ ഇങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ ഇത് കളിക്കാൻ എന്റെ ഫോണില് ഇപ്പൊ സ്വിച്ച് ഓഫ് ആവും എന്റെ ഫോൺ. എന്തായാലും എടുക്കുമ്പോ ചാർജ് വന്നാ പിന്നെ ഇതില് ആഡ് ചെയ്യാം. എന്തായാലും ഒരെണ്ണെങ്കിലും എടുക്കണേ. നോക്കട്ടെ ഏതിനെ കിട്ടും. ആ വയലറ്റിനെ കിട്ടുമോ? കിട്ടുമോ? ഇല്ല. കിട്ടുമോ? ഇല്ല. ആ പൈസ പോയി. ഗോവിന്ദ 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 ഗോവിന്ദ. അയ്യോ എന്താ? ആ ഞങ്ങൾക്ക് കിട്ടാറൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങള്. ഇവരെടുക്കട്ടെ. ഓക്കെ ഇനി പോവില്ലേ? ഇനി മതി. ആ ഗെയിമിന്റെ വീഡിയോ ഒക്കെ എടുത്തു. കിട്ടാത്തൊക്കെ പെട്ടുണ്ട്. ഞാൻ ഇതൊക്കെ റൂത്തിന് ലേസ് പൊട്ടിച്ചു കൊടുക്കാൻ. ശരിക്കും ഇവിടെ നിന്നൊന്നും കഴിക്കാൻ തോന്നില്ല. വേഗം പുറത്തേക്ക് പോകാനോ. ഇതൊക്കെ കണ്ടില്ലേ ഗൈസ്? ഇത്രയുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോ ഉള്ളത് അൽക്കസർ ഷോയിലാണ്. അപ്പോ ഞങ്ങളെല്ലാരും മറ്റേ പാർക്കിൽ പോയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അതൊക്കെ. പക്ഷെ ഞാൻ മാറി. കാരണം ഞങ്ങൾ പൂളിൽ നല്ലൊരു കുളി കുളിച്ചു. അപ്പം എൻ്റെ ഡ്രസ്സ് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അല്ല ഉണങ്ങാനല്ല, എനിക്ക് തോന്നി മാറ്റാമെന്ന്. ഇവരൊന്നും മാറ്റിയിട്ടില്ല. ഞാൻ സ്റ്റേജ് കാണിച്ചു തരാം. നമ്മുടെ അൽക്കസർ ഷോ നടക്കുന്നത് കാണിക്കാം. അപ്പം ഷോ തുടങ്ങിയിട്ടില്ല. കുറച്ച് പേരുണ്ട്. അടിയിലിരിക്കുന്ന ആൾക്കാരെത്തിയിട്ടില്ല. ഇപ്പം മാത്രമല്ല കേട്ടോ ഷോ. കുറേ ടൈം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അധികം തിരക്ക് ഇവിടെ ഇല്ലാത്തത്. ഞങ്ങളുടെ കഴിഞ്ഞ അടുത്ത ഷോ, പിന്നത്തെ ഷോ, അങ്ങനെ കുറേ ഷോ ഉണ്ട്. തിരക്ക് വേണ്ട. അപ്പം പിന്നെ തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകും. ഇത്രയുള്ള വിശേഷം.
കൂടുതൽ പൈസ ഈ ഭാഗത്ത് പോലെ ഉണ്ടാക്കി അവിടെ കൊടുക്കണ്ട്. ഇതുവരെ മൊത്തം എടുക്കും. ഇപ്പൊ ഷോ കഴിഞ്ഞിട്ടുള്ള ചേച്ചിമാരാണ് ഇട്ടത്. അവരിവിടെ നിന്ന് ഇവർക്ക് പൈസ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കൊടുക്കുന്നുണ്ട്. അവരുടെ കൂടെ സെൽഫി എടുക്കുക, പിന്നെ അവർക്ക് പൈസ കൊടുക്കുക. അതാണ് പരിപാടി. എന്താല്ലേ ഈ ചേച്ചിമാരുടെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ ഇപ്പൊ ആൾക്കാർ വന്ന് കൊടുക്കണതാട്ടാ. എന്തായാലും നല്ല പരിപാടി. പപ്പാ പപ്പ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പരിപാടി? നല്ല പരിപാടി. അടിക്ക് പോയിട്ട് എടുക്കാം. പൈസ കൊണ്ട് കാണിക്കണോക്ക് എത്ര പൈസ ചെയ്യുന്നു? അല്ല വീക്ഷണം തന്നെ നന്നായിണ്ട്. അപ്പൊ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് അല്ലക്കാസർ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു മാളിക്ക് വന്നേക്കാണ് കേട്ടോ. ഇവിടെ ടെർമിനൽ 2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു മാളിക്ക് വന്നു. ടെർമിനൽ 21 അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മാളിക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ മാളാണ് കേട്ടോ. അപ്പോൾ ചാർജറിന് എന്തൊരു ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നു ചാർജ് ചെയ്യാൻ വെച്ചിട്ട്. അതാണ് ഫോൺ ചാർജല്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാർട്സൊക്കെ എടുത്തിട്ട് പരിപാടി നിർത്താണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിൽ നോക്കണം. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ എന്തായാലും വന്നതല്ലേ, മോശമാക്കാൻ പാടില്ലല്ലോ. ഋതു ഒരു ബൈ പറഞ്ഞേ. ഇതാ പോണു അതിന് മുന്നേ. അവിടെ നിന്നൊക്കെ ഒരു ബാഗ് കൊണ്ട് കുറച്ച് കൂട്ടിട്ടേക്കണു. ഭയങ്കര വലിയ 4ാമത്തെ നിലയിലേക്ക് ഒറ്റടിക്കാൻ പോണു. 4ാമത്തെ നിലയ്ക്കാണല്ലേ? 4th ഫ്ലോറിലേക്ക് നമ്മുടെ റൂത്തൂസിനെയും കൊണ്ടിട്ട് ഇതേ പോണു. ഞാൻ അവിടെ നിക്കാം, പോയിട്ട് പോരെ. ബൈ. അതെ, റൂത്തൂസിന് ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചു കൊടുത്തില്ല. അത് വലിയ കാര്യമില്ല, നമ്മുടെ നാട്ടില് കിട്ടണത് തന്നെയാ. ഇവിടെ വെറൈറ്റി ഉണ്ടെങ്കിൽ മേടിക്കാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് ഇപ്പൊ അത് വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വേറെ ഇവിടെ ഈ സ്ട്രീറ്റിൽ ഉണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അത്യാവശ്യത്തിന് ഓരോന്ന് കഴിച്ചു കിട്ടാൻ മാളുന്ന്. എന്നിട്ട് പിന്നെയും വിശക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാനാ? അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വിശക്കണോണ്ടല്ല, വെറൈറ്റി ഉള്ളതും പറയുകയാണെങ്കിൽ പിന്നെയുണ്ട്. വെറൈറ്റി ചോക്ലേറ്റ്സ് പറയുകയാണെങ്കിലേ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട്. ഇത് വെറൈറ്റിയും അല്ല, നമ്മുടെ നാട്ടിലുള്ള പോലത്തെ. എന്തായാലും ഇപ്പൊ അത് മേടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ കൊണ്ടുവരും. പിന്നെ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇവിടത്തെ കഴിഞ്ഞാൽ ഇനി എന്തായാലും ഡയറക്റ്റ് റൂമിലേക്കാ പോവാ. ഇനി രാത്രി ചിലപ്പോ നമ്മുടെ ആ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടക്കും. അവിടെ ഇന്നലെ ഒരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്, അപ്പൊ അത് മേടിക്കണം എന്ന്. അങ്ങനെയുള്ള പരിപാടി. ബൈ ബൈ ഗൈസ്. അപ്പൊ ഗൈസ് സ്കൂളിൽ കളിച്ചതിനോട് ഞാൻ ഡ്രസ്സ് മാറിയത് കേട്ടാ. ഡ്രസ്സുകള് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഹായ്. താങ്ക് യു.
ഐയുടെ ഷേപ്പ് കൊറേ ഷേപ്പുള്ള ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട്. പുഴു എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി ഉണ്ടായിരുന്നില്ലേ? നല്ല സുഖാബിളായിട്ട് നടക്കാം. എനിക്ക് കുഴപ്പമില്ല കേട്ടാ, അവള് നല്ല കമ്പനിയാ. പിന്നെ ഇതുപോലൊക്കെ മേടിക്കാൻ പറയാത്ത ഏത് പിള്ളേരല്ലേ? ഓക്കേ, ചക്ക കണ്ടോ? നമ്മളവിടെ എത്രയോ ചക്ക ഉണ്ട്. ഇവിടെ ചക്ക കാണുമ്പോ തന്നെ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഡയറക്റ്റ് വന്ന് കാണാനാണ് കേട്ടോ. വെട്ടിയില് അയ്യോ കാണാനില്ല. ഈ കുട്ടി എവിടെ നിന്റെ അപ്പ? ഓക്കെ ശരി ട്ടാ. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് വയ്ക്കും, പിന്നെയും ഫോൺ എടുക്കും. ഇനി എന്തായാലും ഞാൻ എടുത്ത് വയ്ക്കാണ്. ഓക്കെ ബൈ. അവിടെ എന്തോ ഒരു ഫുഡിന്റെ ഏരിയയിൽ എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ക്രൊക്കഡൈലിന്റെ ഇറച്ചി. ഇതിന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടാ. ഇതിങ്ങനെ ഫുള്ളൊരു ക്രൊക്കഡൈല് വെച്ചിട്ട് ആൾക്കാർക്ക് വേണ്ടിട്ട് ഇങ്ങനെ ചീകി നമ്മളൊരു ഷവർമ വെക്കില്ലേ കമ്പിയില്ലേ, പിന്നീട് അതിങ്ങനെ മുറിച്ച് കൊടുക്കില്ലേ, അതുപോലെയാണ് ഇവിടെ നടക്കണേ. വെറുതെ ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തേക്ക. ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് പോവാണ്. ഞങ്ങൾ പോയിട്ട് ഇനി ഞങ്ങൾക്ക് നാളെ നേരത്തെ എഴുന്നേറ്റ് ബാങ്കോക്ക് പോണം. അതുകൊണ്ട് ഞങ്ങൾ പോവാണ് ഗായ്സ്. ബൈ 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 ബൈ. തായ്ലാൻഡിലാണ് ഈ വക സാധനങ്ങളൊക്കെ. എന്നാലും ഇരിക്കട്ടെ. ഞങ്ങൾ ഇന്ന് പിന്നെയും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നും എന്തൊക്കെയോ സ്പെഷ്യൽ ചോക്ലേറ്റ് റൂത്ത് കണ്ടിട്ടുണ്ട്. ഓർമ്മ വന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോ ആ മാളിൽ പോയി സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടേ വീട്ടിൽ വന്നു. ഒന്ന് കുറച്ചു നേരം കിടന്നു. കുളിക്കാനൊന്നും പോയില്ല, കാരണം നമുക്കറിയാം പിന്നെയും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരു സ്ട്രീറ്റിലേക്ക് തന്നെയാണ് പോണതേ. ഇതൊക്കെ നമ്മുടെ അവിടുത്തെ ചോക്ലേറ്റ് പോലെ. പിന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് സ്നിക്കേഴ്സ് കഴിക്കാത്ത മിഠായി എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ആദ്യം സ്നിക്കേഴ്സ് തന്നെയാണ് മേടിച്ചു വെച്ചത്. ഷോപ്പിങ്ങും പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോയിട്ട്, കാരണം നമ്മുടെ ഫോണിൽ ചാർജൊന്നും ഇല്ല. അപ്പോൾ വേഗം ഫോണൊക്കെ എടുത്ത് വെച്ചു. കാരണം നമുക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് വേണമല്ലോ. അപ്പോൾ വേഗം ഓഫ് ചെയ്തു. ഇത് കുറച്ച് പിക്സാണ് കേട്ടോ. നമ്മൾ ഇന്ന് പട്ടായയ്ക്ക് നമ്മൾ അവസാനത്തെ ദിവസമാണ്. നാളെ ബാങ്കോങ്ങിലേക്ക് പോകണം. അപ്പോൾ ടൈഗർ പാർക്ക്, അണ്ടർ വാട്ടർ വേൾഡ്, പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഇവിടേക്കൊക്കെ പോയ കുറച്ച് പിക്സാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു. ഒരു നേരം പോലെ ഒഴിവ് കിട്ടിയിട്ടില്ല. നല്ല അടിച്ച് പൊളിച്ചു കേട്ടോ ഞങ്ങൾ. സൂപ്പർ ഡേ ആയിരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് പോകണം. ഓക്കെ ഗൈസ്, ബൈ.